ഇവിടെ ഉണ്ടായിരുന്നോ? മാധവനപ്പം മോഷണമൊക്കെ നിർത്തിയൊക്കെ ചുള്ളനായല്ലോ. ഇന്ന് നിങ്ങളുടെ ചേക്കിലായിരുന്നു, ഇന്ന് ഉത്സവം നടക്കുമായിരുന്നു. ഞാനവിടെ ഉണ്ടായിരുന്നു. മാധവനില്ലാത്തതിൻ്റെ അവിടെ അറിയാനുണ്ടായിരുന്നു. അവരവിടെ മറ്റേ വിഗ്രഹം വെച്ച് അങ്ങ് ആരാധിച്ച്, അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് പോയി. എന്താ വെച്ചാൽ നിങ്ങളുടെ ചേക്കിൽ ഇന്ന് അവിടെ ഒരു നാടകം നടക്കുന്നുണ്ടായിരുന്നു. എനിക്കിന്ന് അവിടെ ആയിരുന്നു ഡ്യൂട്ടി. നാടകം സ്ഥിരം പറഞ്ഞല്ലോ, പൊളിഞ്ഞു കൊട്ടവാരി എൻ്റെ ദൈവമേ, നടന്മാരൊക്കെ ഓടിയ പുല്ല് പോലും എടുത്തോടില്ല. അമ്മമാര് നാടകമായിരുന്നു. എന്നെ ഞാൻ വീട്ടോട് ചെന്നു, നല്ല ക്ഷീണം, ഒന്ന് നല്ല രാവിലാണ്. എൻ്റെ പൊന്നെ, ഇതുപോലെ കുറേ എണ്ണം ഉണ്ടെങ്കിൽ നാടകങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ഹലോ ഹലോ ചേട്ടാ. ആ എടി, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. എന്ത് പറ്റി? ഇത് നിന്റെ ആങ്ങളയില്ലേ, അവന് ഭയങ്കര ആയുസാ കേട്ടോ. എന്ത് പറ്റി? അവന്റെ നാടകമായിരുന്നു ആ ചേക്കില്. അയ്യോ, അവൻ ഞെരിക്കാൻ പറ്റിയില്ല. അവന്റെ കൂടെ ഉള്ള രണ്ടു മൂന്നെണ്ണത്തിന് ആ കമ്മിറ്റിക്കാരുടെ ഞെരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നാടകം സൂപ്പർ ആയിരുന്നല്ലോ. ഞാൻ പ്രതീക്ഷിച്ചു നിന്റെ അമ്മച്ചിക്ക് അത് കൊടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ അവന് കിട്ടിയില്ല. അവൻ പോയി. കിട്ടും, അവനെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ അവനെ വലിച്ച് കീറി ഞാൻ നശിപ്പിച്ചാ ഞാൻ അടങ്ങുള്ളൂ. എന്നിട്ട് നിന്റെ അമ്മയെ കൊണ്ട് ഞാൻ അന്ത്യചുംബനം ഞാൻ കൊടുപ്പിക്കും കേട്ടോ. ഒക്കെ വിടുന്നുണ്ട്. ഏതോ ഒരെണ്ണം അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ അങ്ങോട്ട് അവസാനിക്കുന്നു. ഓക്കെ. അയ്യോ, പൂടപ്പട്ടി. പൂടപ്പട്ടിയല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓ, സ്റ്റീഫൻ ദേവസ്യ. കൊര നിർത്ത്. നീ ഏതാ? എനിക്ക് മനസ്സിലായില്ലോ. അളിയ പ്രകാശ. എന്റെ അളിയ പ്രകാശനോ? എടാ നാറി, നീ ചത്തില്ലേ? എന്റെ ദൈവമേടാ, നിന്നോട് നിന്റെ വീട്ടുകാരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കാലുകുത്തല്ലെന്ന്. നീ എങ്ങനെ അതിനകത്ത് വന്നത്? കമ്മറ്റിക്കാരിട്ട് ഓടിച്ചപ്പോ തന്നെ വെപ്രാളത്തിന് വന്ന് കയറിയതാ. അളിയന്റെ വീടാന്ന് എനിക്ക് അറിയത്തില്ല. അളിയന്റെ വീട് നീ അറിയത്തില്ലായിരുന്നല്ലേ? ഇന്ന് ഞാൻ കമ്മറ്റിക്കാരെ വിളിച്ച് ഇവിടെ വരുത്തിട്ട് എന്റെ മുന്നിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്ന കണ്ടിട്ടാ ഞാൻ ചാവൂടാ. അളിയെ വിളിക്കരുത്. നീയും നിന്റെ വീട്ടുകാരും കൂടെ എനിക്കിട്ട് തന്നെ പണി എന്താണെന്നറിയോ? നിന്റെ പെങ്ങളെ എന്റെ തല കെട്ടി വെച്ചിട്ട് ശ്രീധരൻ ഇപ്പൊ തരാം പിന്നെ തരാമെന്നും പറഞ്ഞ് നടന്നിട്ട് നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് എന്നെ വലിപ്പിക്കുമായിരുന്നു. നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാനൊരു ഉപകാരം ഞാൻ കാണിച്ചു. എന്താണ്? അതായത് എനിക്ക് തരാനുള്ള ശ്രീധര പൈസ നീ ഇപ്പൊ ഇവിടെ വെച്ചാൽ നിന്നെ ഞാൻ സേവ് ചെയ്യും. നേരെ മറിച്ചാണെങ്കിൽ ആ കമ്മിറ്റിക്കാരെ ഞാൻ വിളിക്കും. നേരെ നിന്നെ ഇവിടെ ഇട്ട് തല്ലിക്കൊല്ലുന്നത് ഞാൻ കാണും. അളിയ സത്യം. നാളെ നാടകമുണ്ട്, ഞാൻ അപ്പൊ തരാം. നിന്റെ ശവമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് പൈസയാണ് വേണ്ടത്. പൈസ. നീ ഇന്ന് ആ സ്റ്റേജ് കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചത്? എന്താ നീ എന്നാ സ്റ്റേജ് കിടന്ന് കാണിച്ചെന്തോ? മൗത്ത് ഓർഗൻ പ്രഭു. ആവശ്യത്തിന് നോക്കുന്നു, തോക്കം കാണുമല്ല. മൗത്ത് ഓർഗൻ പ്രഭു അല്ല, പിന്നെ മൗണ്ട് ബാറ്റൻ പ്രഭു. എനിക്കറിയാം, മൗണ്ട് ബാറ്റൻ പ്രഭു. എടാ, ഈ ഒരൊറ്റ കുറ്റം മതി നിന്നെ പിടിച്ചെനിക്ക് അകത്തിടാൻ വേണ്ടിട്ട്. ഞാൻ എന്തോ ചെയ്തെന്നാ പറയുന്നത്? എന്തോ ചെയ്തെന്നോ? എടാ, നാട്ടുകാരുടെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തുകയും നല്ലൊരു കലാരൂപത്തെ നീ ഇല്ലാതാക്കുകയും ചെയ്തതിന്റെ പേരിൽ സെക്ഷൻ നമ്പർ IPC 360, 375, 618, 487, 368. അളിയന്റെ പറഞ്ഞാൽ കേൾക്കും. അളിയന് മാത്രമേ കടമുള്ളൂ. എന്റെ കട 1.5 ലക്ഷം രൂപയുണ്ടെന്ന്. അത് കടമല്ലടാ, സെക്ഷൻ. ഈ സമയത്ത് അത് കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ. സെക്സ്. അയ്യോ, തല. എന്റെ വിക്ക് പാട്ട് പിടിച്ചാൽ കേറി ഇങ്ങോട്ട് വന്നോളൂ. അവള് വിളിക്കുന്നു, എന്റെ ഭാര്യ വിളിക്കുന്നു. എടുക്ക്. ഹലോ. ഞാനുണ്ട്. ഓക്കെ, ശരി. അതാരാ വിളിച്ചേരാ? എന്റെ ഭാര്യ. എടാ, ഭാര്യമാര് വിളിക്കുമ്പോ അവരോട് സംസാരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വല്ലവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. അയ്യോ, അതുകൊണ്ടല്ല. പിന്നെ നാടകത്തിന് വിട്ടതാണല്ലോ. ശബ്ദം ഒന്ന് കേട്ടാ മതി, ജീവനായിട്ട് ഉണ്ടോ. അല്ല, ഞാനൊരു കാര്യം മറന്നു കളിയാ. ചോറിനാ? അല്ല, പിന്നെ കമ്മിറ്റിക്കാരെ വിളിക്കാൻ മറന്നു. വിളിക്കരുത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, എന്റെ കാലൊന്ന് തിരുമിത്ത. പിന്നെ കാല് തിരുമിഞ്ഞ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അടുക്കള ചെന്ന് രണ്ടു വല്ല കപ്പയും വീരവല്ല ഉണ്ടാക്കുമല്ലോ. അളിയാ, വക പോക്കല്ലേ അളിയാ. എന്നാ വന്നെ കാലം തിരുമിക്കുന്നു. ഞാൻ തിരുമത്തൊന്നു. തിരുമടാ ഇങ്ങോട്ട്. തിരുമ അളിയാ, കാശ് മുടക്കിയല്ലേ വാളിന്? ഇന്നലെ അതിന്റെ പണി തീർന്ന് കിട്ടിയത്. ഉണക്കമടൽ ആട്ട് വന്നേക്കുമല്ലോ വാള്. ഇതെന്തുവാ ഇത്? ഏതാ ഇതോ? ഇതെന്തോ? അയ്യോ, ഇതെനിക്ക് കിട്ടിയ മെഡലുകളാണ്. നോക്കട്ടോ. കാശ് മുടക്കി കേട്ടോ. കാണിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു കള്ളം കാണിക്കാന്ന് പറഞ്ഞു. പുള്ളിക്ക് കിട്ടിയ മെഡലാ.
സോഡാ കുപ്പിയുടെ അടപ്പ് തല്ലി നെഞ്ചത്തിട്ടിട്ട് പറയാ അവന്റെ മെഡലാണ്. എന്റെ മെഡല് തൊടരുത്. അളിയ, ഈ യൂണിഫോമിന് കുറച്ച് പൈസയായി, അല്ലെങ്കിൽ അത് ഞാൻ മേടിച്ച് ഒട്ടിച്ചേന്. അറിയോ ഇതിന് എത്ര പൈസയായി? ഇതിന് 4500 രൂപയായി. അകത്തിട്ടേക്കത്തിന് 3000 രൂപ, ഈ പാലിന് 2000 രൂപ, പിന്നെ വിക്കിന് 12500 രൂപ. അങ്ങനെ പോയിട്ട് എല്ലാം കൂടി 25000 രൂപ. അറിയോ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അതിനൊന്നൊരു 2000 രൂപ മാറ്റി വെച്ച് ആ കീറിയ ഓലയൊന്നും മാറ്റി 2 ഷീറ്റ് ഇടുവായിരുന്നു. തന്തയും തള്ള നനയാതെ ഞാൻ പണ്ടത്തെ പ്രകാശനല്ല, പിന്നെ ഞാൻ പക്ക പ്രൊഫഷണലാണ്. പിന്നെ ഇൻഡസ്ട്രിയിൽ ഞാനൊരു ടോക്കാണ്, ടോക്ക്. അതുകൊണ്ടാണല്ലോ നിന്റെ പരിപാടി സ്ഥലത്ത് ഈ അളിയൻ ടോക്കുമായിട്ട് വരേണ്ടതായിട്ട് വരുന്നത്. ഞാനൊരു ടോക്കാണ്. ഇൻഡസ്ട്രിയിൽ ചോദിച്ചാൽ മതി, മനസ്സിലാവും. പ്രൊഫഷണലാ. പിന്നെ പറഞ്ഞു വന്നു പ്രൊഫഷണൽ നിൽക്കുന്ന കണ്ടില്ലേ? ആ കാലയിലോട്ട് നോക്കിക്കും. ഈ പ്രൊഫഷണലാണ് പ്രൊഫഷണൽ. മാധവൻ കള്ളനാ. മാധവൻ കള്ളനോ? അല്ലല്ല, പ്രകാശൻ നാടകം മാറി അഭിനയിക്കാൻ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ അവതരിപ്പിച്ച നാടകമൊന്നും ഈ ചേക്ക് വിട്ട് വെളിയിൽ പോയിട്ടില്ല. അത് നന്നായി. അതുകൊണ്ട് എന്ത് പറ്റി? അന്തയാത്തപ്പം കൊള്ളി വെക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലായിരുന്നു അതും കാണത്തില്ലായിരുന്നു. പറയുന്നത് എടാ, ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ കാരണം എന്നാന്നറിയോ? എടാ, മനുഷ്യനായ ബോധം വേണം, അറിവ് വേണം. അറിവ്, ഈ അറിവുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയല്ലോ, ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ ഡയലോഗ് പറയുമ്പോൾ സ്റ്റേജിൽ നിന്ന് നീ ഹാങ് ആകുന്നത്. എടാ, അതല്ല ഞാൻ പറഞ്ഞത്. എടാ, അറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യും. ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറിവുണ്ടോ? അതേ വലിയ വലിയ നടന്മാരിരിക്കുന്ന അവരോട് ചോദിച്ചു നോക്ക്. യാത്ര ചെയ്ത് അറിവുണ്ടാവും. പിന്നെ യാത്ര ചെയ്ത് അറിവുണ്ടാവും. അങ്ങനൊന്നുമില്ല, ചുമ്മാ പറയുക. ഞങ്ങളുടെ ലൈറ്റ് അടിക്കുന്ന ഷാജിയും ഞങ്ങളുടെ തോടിയായിട്ട് അഭിനയിക്കുന്ന രമണിയും കൂടെ ഒരു യാത്ര പോയിട്ട് ഒരു അറിവില്ലല്ലോ. അളിയ, എനിക്കത് കൈ തരിക്കുന്നത് അടിക്കല്ലേ അളിയ. ഞങ്ങളുടെ മതിലിന് വേണ്ടി നിൽക്കാതെ ഞങ്ങൾ ഒന്ന് നിൽക്കാം. ഇല്ലല്ലേ, പറ്റത്തില്ല. രസമായിരിക്കും. അപ്പുറം ഇപ്പുറം സിംഹം നിൽക്കുന്ന ഒരു പ്രീതി. അളിയ, ഒരടി. അളിയ, നാട്ടുകാർക്ക് ഒരു അവസരം കൊടുക്കുന്നത് എനിക്കൊരു അവസരം എന്താ? അളിയ, തല്ലരുത് അളിയ. ഒരു കോള് വരുന്നത്. ഹലോ ഹലോ, ചന്ദ്രേട്ടന് എവിടെയാ? ഞാൻ സ്ഥലം എവിടാന്ന് അറിയത്തില്ല, പക്ഷെ മുനിസിപ്പാലിറ്റി ഓടയുടെ മണം വരുന്നുണ്ട്. എന്നെ ഭർത്താനല്ലേ പൗഡർ എടുത്ത് കക്ഷത്തിൽ നിന്നെ എന്നെ കളിയാക്കുന്നു. ഇന്ന് കമ്മിറ്റിക്കാരെ വിളിച്ച് നിന്നെ ഇവിടെ പാട്ടിയെ തല്ലുന്നവനെ തല്ലിയില്ലെങ്കിൽ എന്റെ പേര് പാട്ടിക്കിട്ടോളാം. അളി, എന്നെ ടോർച്ചർ ചെയ്യാനാണ് പരിപാടി. അങ്ങനാണെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങിച്ചാകും. എന്നിട്ട് എന്റെ ശവം അളിയനെ കൊണ്ട് ഞാൻ തീറ്റിക്ക്. നോക്കിക്കോ. വെള്ളിയാഴ്ച ദിവസം തൂങ്ങല്ലേ? അന്ന് എനിക്ക് നോയമ്പ. ഞാൻ മത്സ്യമാംസങ്ങൾ കഴിക്കുകയല്ല, അതുകൊണ്ടാ. എന്താ പറയോ? ഇല്ല, ഞാൻ കഴിക്കുകയല്ല, അതുകൊണ്ടാ. ഇവിടെ എന്തിനാ ഇവിടെ കിടന്ന് വിളിക്കുന്നത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കോ. ഹലോ, ചന്ദ്രേട്ടന് എവിടെയാ? എടി, ഞാൻ അളിയന്റെ വീട്ടിലുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ദേഹത്ത് ഒരു പോറല് പോലും വീണിട്ടില്ല, മനസ്സിലായില്ലേ? അന്ന് ഞാൻ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടട്ടെ? ആരാ? ഇന്നത്തെ നാടകം നടത്തിയ സ്ഥലത്തെ കമ്മിറ്റിക്കാർ ചേട്ടൻ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ചേട്ടൻ പേടിക്കണ്ട, ഞാൻ കറക്റ്റ് വഴി പറഞ്ഞു കൊടുത്ത് അളിയന്റെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. എടി മുടിഞ്ഞോളെ, എന്റെ പുക കണ്ടിട്ട് നീ അടങ്ങത്തുള്ളൂ.